കെ മൗലയുടെ ഫത്വകൾ എന്ന പുസ്തകത്തിൽ തമീമത്തിൻ്റെ ഉറുക്ക് കെട്ടുന്നതിൻ്റെ വിവരണത്തിൽ ഉറുക്ക് കെട്ടുന്നതിൻ്റെയും മന്ത്രിക്കുന്നതിൻ്റെയും ഫലം പറയപ്പെടുന്നുണ്ട്. അതിൽ ജാബിർ അള്ളാഹുവിൻ്റെ റിപ്പോർട്ട് ഹദീസ് ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് തെളിവായി. അപ്പോൾ ഖുർആൻ എഴുതിക്കൊണ്ടും അതുപോലെയുള്ള ഖുർആൻ ഓതിക്കൊണ്ടും കയ്യിൽ കെട്ടുന്നതിൻ്റെ വിധി എന്താണ്, അനുവദനീയമാണോ എന്നാണ് ചോദ്യം. അതായത് പൊതുവെ ഉറുക്ക്, മന്ത്രം, ഏഴസ്, ഐക്കല് തുടങ്ങിയ വിഷയങ്ങളിൽ പൊതുവായി പഠിപ്പിക്കപ്പെട്ട അടിസ്ഥാനം എന്നത് അവയൊന്നും പാടില്ല എന്നാണ്. ഇന്ന റുക്ക വത്തമാ ഇമ വത്തിവലത്ത ഷിർക്കുൻ എന്ന ഹദീസ് ഇതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അതായത് തെറ്റായ മന്ത്രങ്ങൾ, ഏലസുകൾ, രക്ഷക്കായി കിട്ടുന്ന അത്തരം ചരടുകൾ, നൂലുകൾ ഇവയൊക്കെ ഷിർക്കാകുന്നു എന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. മൻ അല്ലക്ക തമീമ, വല്ലവനും ഒരു തമീമത്ത് കിട്ടിയാൽ, ഏലസ് കിട്ടിയാൽ ഫഖദ് അഷ്റക്ക, അവൻ ഷിർക്ക് ചെയ്തു എന്ന് കാണാൻ കഴിയും. അതേപോലെ വല്ലതും കെട്ടിബന്ധിച്ചാൽ ഊക്കില ഇലൈഹി, അതിലേക്ക് അവൻ ഏൽപ്പിക്കപ്പെടും എന്നൊക്കെ പറയുന്ന ഹദീസുകൾ ഇവയൊന്നും പാടില്ല എന്നതിന് വ്യക്തമായ തെളിവുകളാണ്. അതേസമയം ചികിത്സയുടെ ഭാഗമായി വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, പ്രവാചക വചനങ്ങളിലൊക്കെ വന്ന പ്രാർത്ഥനകൾ, അത്തരം സംഗതികളെ ചികിത്സയുടെ ഭാഗമായി അങ്ങനെ എഴുതിക്കെട്ടുകയോ സമാനമായ രൂപത്തിൽ ഉപയോഗിക്കുകയോ ചെയ്യാമോ എന്ന കാര്യത്തിൽ ആദ്യകാലം മുതൽ തന്നെ വ്യത്യസ്ത വീക്ഷണങ്ങൾ കാണാൻ കഴിയും. കാരണം മറ്റുള്ളവർക്ക് പാടില്ല എന്ന് പറയാൻ കാരണം അത് ഷിർക്കായത് കൊണ്ടാണല്ലോ. ഖുർആനിക വചനമാണെങ്കിൽ, ഹദീസ് വന്ന പ്രാർത്ഥനയാണെങ്കിൽ ഷിർക്ക് വരുന്ന പ്രശ്നമില്ല. അതുകൊണ്ട് ഒരു ഇലാജ്, ചികിത്സ എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി മാത്രം അതിൽ അംഗീകരിക്കാമോ ഇല്ലേ? അത് ഖുർആനാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഹദീസ് സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞ ഒറ്റപ്പെട്ട ചില പണ്ഡിതന്മാർ ഉണ്ട്. അത് ഒരു കർമ്മശാസ്ത്ര മസ്അല എന്ന രൂപത്തിലുള്ള ഒരു വീക്ഷണ വ്യത്യാസം മാത്രമാണ്. എന്നാൽ നമ്മുടെയൊക്കെ നാടുകളിൽ പ്രത്യേകിച്ചും ഇതിൻ്റെ മറവിൽ ധാരാളം ഷിർക്കുകളും ധാരാളം അന്ധവിശ്വാസങ്ങളും അടമാടുകയും ഉറുക്ക്, തെമീമത്ത് കേൾക്കുമ്പോഴേക്ക് തന്നെ സിദ്ധന്മാരും തങ്ങന്മാരും ബിവിമാരും എല്ലാം മനസ്സിലേക്ക് ഓടി വരികയും അങ്ങനെ പല അപ്രമാദിത്വങ്ങൾ കൽപ്പിക്കപ്പെടുകയും ചെയ്യുന്ന, അതുകൊണ്ട് നിബിഡമായ ഒരു സമൂഹത്തിൽ തൗഹീദിൻ്റെ ഒരംശവുമില്ലാത്ത വിധം ഷിർക്കിൽ മുങ്ങിക്കുളിച്ച ഒരു വിഭാഗത്തിനു മുമ്പിൽ ഇത്തരമൊരു കർമ്മശാസ്ത്ര മേഖലയെ നമുക്ക് തുറന്നു കൊടുക്കാൻ നിർവാഹമില്ല. മാത്രമല്ല നബിയുടെയും സ്വഹാബത്തിൻ്റെയും ഒക്കെ പൊതുവായ മാതൃക നാം പരിശോധിക്കുമ്പോൾ ഒരു നിലക്കുമുള്ള ഉറുക്കുകളോ ഏലസുകളോ അവരാരും ഉപയോഗിച്ചിട്ടില്ല. ഒരു നൂലും അവരാരും കെട്ടിയിട്ടില്ല. കെട്ടിയ ഒരാളോടും ഈ നൂല് എന്താണ് എന്ന് അവർ അന്വേഷിക്കുക പോലും ചെയ്യാതെ വിമർശിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. ഉദാഹരണമായി നബി തങ്ങളുടെ സ്വാഹിബുസ്സിർ, രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്ന ഹുദൈഫത്തുൽ യമാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ ആ രോഗിയുടെ ശരീരത്തിൽ നൂല് കണ്ടപ്പോൾ അതികർശനമായ ഭാഷ അദ്ദേഹം പ്രതികരിക്കുകയും ഇത് ഉണ്ടായിരിക്കെ നീ മരിച്ചാൽ നീ വിജയിക്കുകയില്ല എന്നും എനിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുകയില്ല എന്ന് പോലും പറഞ്ഞത് റിപ്പോർട്ടുകൾ കാണാൻ കഴിയും. അവിടെയൊന്നും നീ എന്താണ് ഇതിൽ ഊതിയത്, ഖുർആനാണോ ഹദീസാണോ സ്ഥിരപ്പെട്ട പ്രാർത്ഥനയാണോ ഷിർക്കിൻ്റെ മന്ത്രമാണോ എന്നൊന്നും ചോദിക്കാൻ പോലും അവർ നിന്നിട്ടില്ല. അതുകൊണ്ട് ആ മാതൃകയാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതം. തൗഹീദിൽ കോട്ടം വരാതിരിക്കാൻ, ഷിർക്കിലേക്കുള്ള നിലക്കും പോകാതിരിക്കാൻ, നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമുക്ക് ഏറ്റവും അഭികാമ്യവും ഏറ്റവും സൂക്ഷ്മതയും ഒരർത്ഥത്തിലുമുള്ള തമീമത്തുകൾ, ഒരർത്ഥത്തിലുമുള്ള ഏലസുകൾ, രക്ഷാബന്ധനങ്ങൾ ഒന്നും പാടില്ല, എല്ലാം ഒഴിവാക്കണം എന്ന് പറയലാണ് ഈ കാലത്ത് ഈ നാട്ടിൽ പ്രത്യേകിച്ചും നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ളത്. കർമ്മശാസ്ത്രവുമായി ചർച്ച ചെയ്ത പണ്ഡിതന്മാർ ചിലരൊക്കെ ഈ വക വീക്ഷണ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒറ്റപ്പെട്ട ചില അഭിപ്രായങ്ങൾ മാത്രമാണ് അതിലൊക്കെ വന്നിട്ടുള്ളത്. പണ്ഡിതോചിതമായ ചർച്ചകളിൽ പക്ഷേ അതൊക്കെ ചർച്ചയ്ക്ക് വരുന്നുണ്ടാവാം. ഇവർ തൈമിയുടെ കിതാബുകളിൽ കാണാം, ഇവരെ കൈമിൻ്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, KMയുടെ ഗ്രന്ഥങ്ങളിൽ കാണാം. അതൊക്കെ പണ്ഡിതോചിതമായ വിഷയത്തെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായും രണ്ട് വശങ്ങളും അവർ പറഞ്ഞേക്കാം. എന്നാൽ അവരൊക്കെ ഈ ഒന്നാമത്തെ വശത്തെയാണ് കൂടുതൽ ഊന്നിപ്പറയുകയും ഷിർക്കിലേക്ക് എത്താനുള്ള എല്ലാ വഴികളെയും അടക്കുക എന്ന പൊതു തത്വപ്രകാരം അതൊക്കെ ഒഴിവാക്കേണ്ടതാണ് എന്നതാണ് കൂടുതൽ അഭികാമ്യവും സുരക്ഷിതമായത്. അല്ലാഹു അഅലം.